അമ്മയും പെങ്ങളും ഇല്ലാത്ത രീതിയിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കരുത്. താങ്കൾക്ക് തിളയ്ക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും താങ്കൾ അച്ചാരം വാങ്ങിയത് കൊണ്ടാണ് താങ്കൾക്ക് തിളയ്ക്കുന്നത്. മനസ്സിലായോ? ശ്രീ രാജു പി നായർ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവേഗം വളർന്നു വന്ന ആളാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ പലരും പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ രാജു പി നായർ ചർച്ചയിൽ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പരാതി പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും ഒക്കെ അടക്കമുള്ള പെൺകുട്ടികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല എന്നേ ഉള്ളൂ. ആ മേഖലയിൽ മാത്രമുള്ള ആളുകളല്ല, പുറത്തുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കോൺഗ്രസ്സുകാർ മാത്രം അറിഞ്ഞില്ല. എപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അറിയുന്നില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ അറിയുന്നില്ല, ഇനി MLA ആയി പാലക്കാട്ടേക്ക് അവതരിപ്പിക്കുമ്പോൾ അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു സാധാരണ ലൈംഗിക കുറ്റവാളി എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ലൈംഗിക കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആൾ എന്ന നിലയിലല്ല. അയാൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് സന്ദീപ് പറഞ്ഞപ്പോഴാണ്. നേരത്തെ ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഈ രാജ്യത്തെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ MP മാരോ MLA മാരോ ആയ 54 പേർ ഒന്നുകിൽ കുറ്റപത്രം, സമാന കേസുകൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ആളുകൾ ആണ്. എല്ലാ പാർട്ടിയിലും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ അത് ഇതേപോലെ ഒന്ന് ഇപ്പോൾ സന്ദീപ് തന്നെ സൂചിപ്പിച്ചതുപോലെ പിന്തുടർന്ന് വേട്ടയാടി ഓരോന്നോരോന്നായി എല്ലാത്തിനും ഒരേ രീതിയുണ്ട്. ഇങ്ങനെ പിന്തുടർന്ന ഒരാളെ ഒരു ഘട്ടത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംവിധാനമാണ്, നേതാക്കളാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് ഈ സാമാന്യ യുക്തിക്ക്, ജനത്തിൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുമോ ശ്രീ രാജു പി നായർ? ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി ഘടകങ്ങളിലെങ്കിലും അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങൾ നടക്കുമ്പോഴെങ്കിലും മിനിമം രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ രാജിവെക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം, നിങ്ങളെ ജയിപ്പിച്ച പാർട്ടിയുടെ ആവശ്യം എന്ന് അഭ്യർത്ഥിക്കണം എന്നൊന്ന് ആവശ്യപ്പെടും. അബ്ജോദേ, ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയും പോലീസൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അങ്ങ് ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഡയറക്ടർ ആൻസർ പറയാം. വിജിലൻസ് ഉൾപ്പെടെ, ഈ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ, സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാം ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരുന്ന് കള്ളു കുടിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നമുണ്ടാക്കി ഒരു സ്ത്രീയോടൊപ്പം പാതിരാത്രി അവരുടെ ഫ്ളാറ്റിൽ ചെന്ന് അയലത്തുകാരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലതാ അല്ലെ? അപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരാള് എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ പാർട്ടി അറിയാം. ഞാൻ പാർട്ടിയുടെ നിലപാട് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഇവരുടെ ഇരട്ടത്താപ്പിലേക്ക് കിടക്കുകയല്ലാതെ വേറെ മാർഗം. ഏതെങ്കിലും കോൺഗ്രസിൽ ഞാൻ ഇടപെടുന്നൊന്നുമില്ല രാജു പി നായരുടെ സമയത്തിൽ. ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരാളല്ലല്ലോ, പറയട്ടെ, എന്തെങ്കിലും ഒന്നല്ലല്ലോ. ഞാനത് പറഞ്ഞു വരട്ടെ. ഞാൻ പറഞ്ഞു വരട്ടെ. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതിനെല്ലാം ഉത്തരം വരും. മറ്റ് രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കിയത്. ഇപ്പോൾ പരാതി ഇല്ലാത്തപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നവര് ഈ രക്ഷ വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ പാർട്ടിക്കകത്ത് PK ശശിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാതിരുന്നത്, പോലീസിന് കൈമാറാതിരുന്നത്? എന്നിട്ട് ആ പാർട്ടിക്കകത്ത് പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുത്തില്ലേ? ഈ തൃശ്ശൂർ വൈശാഖനെതിരെ പാർട്ടിക്കകത്ത് പരാതി കിട്ടിയില്ലേ? എഴുതി തയ്യാറാക്കിയ പരാതി. എന്നിട്ട് നിങ്ങൾക്ക് മറ്റു രക്ഷയില്ലാത്തതുകൊണ്ടാണോ വൈശാഖനെതിരായിട്ടുള്ള പരാതി പോലീസിന് കൊടുക്കാൻ കഴിയാഞ്ഞത്? അപ്പോ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന പാർട്ടി CPM ആണ്. ഞാൻ P ശശിയുടെ ഉൾപ്പെടെയിലേക്ക് വേണമെങ്കിൽ വരാം. നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തുവല്ലോ. P ശശിക്ക് കൊടുത്ത പ്രൊമോഷൻ പിണറായി വിജയന്റെ ഓഫീസിനകത്താ. PK ശശിക്ക് കൊടുത്ത പ്രൊമോഷൻ നമ്മുടെ KTDC ചെയർമാനായിട്ടാ ഇല്ലേ? P ശശിക്ക് പ്രശ്നമുള്ള ആ പാവം MLA അവസാനം പറഞ്ഞല്ലോ, ഈ പാർട്ടി എന്നെ രോഗാതുരനാക്കിയത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കയ്യിൽ മറ്റു പല പേടിയുണ്ടാവാം. കയ്യിൽ മറ്റു പല പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി, MLA ആക്കി മാറ്റി, UDF പുറത്താക്കി, എല്ലാം ചെയ്തു. നിങ്ങൾക്ക് ഈ പേടിയുള്ളത് കൊണ്ടാണോ ആ പത്മകുമാറിനെ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും പുറത്താക്കാൻ പറ്റാത്തത്? പേടിയപ്പോ ആർക്കാ വസീഫെ? അവിടെ പേടി വളരെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 9 CPM പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ ജയിലിൽ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ആ പേടി കൊണ്ടാണ് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങളുടെ ഇതിലെ ഇരട്ടത്താപ്പ് മാത്രം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ മുകേഷ്, ഈ മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ ഇന്റർവ്യൂ ചെയ്തത്. എന്തായിരുന്നു? ഗർഭചിത്രമല്ലേ കേസ്? എന്താ ആ സരിത പറഞ്ഞത്? ഞാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ വയറ്റത്ത് ചവിട്ടി, ഞാൻ നിലത്തു വീണ് കരഞ്ഞപ്പോൾ അഭിനയമാണെന്ന് പറഞ്ഞു. 9 മാസം ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ വാഹനത്തിൽ കയറാൻ പോയപ്പോൾ മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ വഴിയിൽ തള്ളിയിട്ടു ഇല്ലേ? എത്ര പ്രാവശ്യം സീറ്റ് കൊടുത്തു വസീഫെ? 2016 നിങ്ങൾ സീറ്റ് കൊടുത്തില്ലേ? 2021 നിങ്ങൾ സീറ്റ് കൊടുത്തില്ലേ? 2024 ലോക്സഭയിൽ നിങ്ങൾ സീറ്റ് കൊടുത്തില്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ചാർജ് ഷീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതിയെ സ്റ്റേജിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈ പിടിച്ചുയർത്തി പ്രോത്സാഹിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റുമോ? ഉണ്ടോ? പിന്നെ
അവിടുത്തെ തട്ടിപ്പിനെ സംബന്ധിച്ച് എന്തോ ദുരിതാശ്വാസ നിധി ഇപ്പൊ ഈ 5000 ഇവർ മേടിച്ചത് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ CPM-ന്റെ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ അകത്ത് കിടക്കുന്നത് എറണാകുളത്ത് CPM-ന്റെ നേതാക്കന്മാരായിരുന്നില്ലേ, നിങ്ങളുടെ യൂണിയന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയായിരുന്നില്ലേ? അപ്പോൾ ഇരട്ടത്താപ്പുകൾ കുറേയൊക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും. വ്യാജ ID കാർഡിനെ സംബന്ധിച്ച് പറഞ്ഞത് അബ്ജോദ് തന്നെ തിരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ രണ്ടാമത് സംസാരിച്ച BJP-യുടെ പ്രതിനിധിയും ഇത് തന്നെ പറഞ്ഞു. രാജ്യവിരുദ്ധ കേസ് പോലും അന്വേഷിക്കാൻ പറ്റാത്ത ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ, അത്രയ്ക്ക് കഴിവുകെട്ടവരാണെങ്കിൽ ആ പണി നിർത്തി അങ്ങോട്ട് പോകാൻ പറയണം. അതിന് നിങ്ങൾക്ക് പറയാനുള്ള നട്ടലുണ്ടാവില്ല. അത് മാത്രമല്ലല്ലോ, രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു പരാതി ഈ അടുത്ത് കിട്ടിയില്ലേ, കൃഷ്ണകുമാറിന്റെ എതിരായിട്ടുള്ള ഒരു പരാതി. രാജീവ് ചന്ദ്രശേഖർക്ക് അയച്ച മെയില് മാധ്യമങ്ങൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തല്ലോ. സന്ദീപ് വാചസ്പതി ആ പരാതി നിങ്ങൾ പോലീസിന് ഫോർവേഡ് ചെയ്തോ? നിങ്ങൾ ഫോർവേഡ് ചെയ്തോ പോലീസിന്? കേരളത്തിൽ നടന്ന സംഭവമല്ലേ. ഇനി നോക്കൂ, ഉന്നാവ് കേസിലുള്ള പ്രതി ഉണ്ടായിരുന്നു. ഉന്നാവ് കേസിലെ പ്രതി ആ അതിജീവിതയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അവളുടെ വംശം മുഴുവൻ ഇതാക്കി നോക്കില്ലേ, വംശം മുഴുവൻ. എന്നിട്ട് അവസാനം കോടതി ശിക്ഷിക്ക് ജയിലിനകത്ത് പോകുമ്പോഴാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്, പുറത്താക്കുന്നത്. കോടതി ജയിലിൽ പോയി. ഇനി ഞാൻ ഇടപെടുകയാണ്, മറ്റൊന്നുമല്ല, എന്താ അയാളുടെ കേസ്. മറ്റൊന്നുകൊണ്ടും ഇടപെടുന്നതല്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രതിക്കൂട്ടിലായോ ഇല്ലയോ എന്നൊക്കെ കാഴ്ചക്കാർ തീരുമാനിക്കട്ടെ, കേരളത്തിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. അന്ന് ഇവരെയൊക്കെ നിശ്ചിതമായി ചോദ്യമുനയിൽ നിർത്തിയിട്ടുണ്ട്. CPM-ന്റെ പ്രതിനിധികളെ നിശ്ചിതമായ ചോദ്യമുനയിൽ നിർത്തിയിട്ടുണ്ട്. BJP-യുടെ പ്രതിനിധികളെ നിശ്ചിതമായ ചോദ്യമുനയിൽ നിർത്തിയിട്ടുണ്ട്. ഒറ്റ കാര്യത്തിന് മറുപടി പറയൂ ശ്രീ രാജു പി നായർ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സൈക്കോപാത്തിനെ പ്രോത്സാഹിപ്പിച്ചതിന്, പാലക്കാടിന് മേൽ അടിച്ചേൽപ്പിച്ചതിന്, ഇപ്പോഴും രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിന്, അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നതിന് ശേഷവും പരാതി വന്നതിന് ശേഷവും അദ്ദേഹത്തെ സംരക്ഷിച്ചതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇങ്ങനെയല്ലേ, CPM ഇങ്ങനെയല്ലേ, BJP ഇങ്ങനെയല്ലേ എന്നേ ഉള്ള ഉത്തരം. ചോദ്യത്തിന് ഉത്തരമില്ലേ ശ്രീ രാജു പി നായർ? ഇന്ന് പാർട്ടിക്ക് പുറത്തുള്ളവർ ഇനിയെങ്കിലും പേരിനെങ്കിലും ഭംഗിക്കെങ്കിലും അയാളോട് രാജിവെക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഈ ബാലൻസിംഗ് ആക്ട് അല്ലാതെ ഞങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് പറയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ശ്രീ രാജു പി നായർ. ഈ ശ്രീധരൻ ഈ നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ വർഗീയതയുടെ മടയിലേക്ക് ചെന്നാൽ ഈ ശ്രീധരനും വഞ്ചകനാണ്, അദ്ദേഹവും വെറുക്കപ്പെട്ടവരാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം എത്രമാത്രം വലിയ മഹത്വം ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വർഗീയതയുടെ കൂടാരത്തിലേക്ക് കയറിയാൽ അയാൾ ഞങ്ങൾക്ക് വെറുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് പാലക്കാട്ടെ ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ദേശസ്നേഹമാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. ആ ദേശസ്നേഹം ഇനിയും അവിടെ നടക്കും. ശരി ശ്രീ രാജു പി നായർ, ഒറ്റ കാര്യം ഇനി ചോദിക്കുന്നില്ല. എന്റെ ചോദ്യത്തിനൊന്നും താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യത്തിനൊന്നും താങ്കൾക്ക് മറുപടി ഇല്ല എന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. താങ്കൾക്ക് ആകെ പറയാനുള്ളത് CPM ഇങ്ങനെയല്ലേ, അല്ല ഇനി പറയണ്ട, ഇനി സമയമില്ല. CPM ഇങ്ങനെയല്ലേ, മുകേഷിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ, ഉന്നാവ് കേസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. P ശശിയുടെ കേസ് നമ്മൾ ഇപ്പോൾ രാജു പി നായർ പറയാൻ പഠിച്ചെങ്കിലും P ശശിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുൻ MLA ആയിരുന്ന CPM നേതാവ് അവിടുത്തെ കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ഒരു ഭാഗത്തിൽ ആ ആരോപണം സ്ഥിരീകരിക്കുന്ന തെളിവ് വന്ന സമയത്തോ നമ്മളത് 1 മണിക്കൂർ ഇതേ ന്യൂസ് അവറിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ഞാനായിരുന്നേ അന്ന് ചർച്ച ചെയ്തത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അയാളെ സംരക്ഷിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ, അയാളെ ഈ പരാതികൾക്കൊക്കെ ശേഷവും വീണ്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന് ചോദിക്കുമ്പോൾ, MLA സ്ഥാനത്ത് നിന്ന് ഭംഗിക്കെങ്കിലും രാജിവെക്കാൻ അയാളോട് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് വിമിഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യമൊന്നും പറഞ്ഞാൽ വിലപ്പോവില്ല. ഇത്തരം വേട്ടക്കാർ പിന്തുടർന്ന് വേട്ടയാടി ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മുടെ പൊതുരംഗത്തുണ്ടാകുന്നതിന്റെ അപകടം തിരിച്ചറിയേണ്ടത് നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണെന്നുള്ളതുകൊണ്ടാണ്. ശ്രീ സന്ദീപ്, ഞാൻ ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്നു പറഞ്ഞ ചില വാദഗതികൾക്ക് അതേ നാണയത്തിൽ എനിക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അവതാരകൻ ആവർത്തിച്ച് ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത്. താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നോ ഷാഫിയുടെയൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ താങ്കൾക്ക് ഒരുപക്ഷെ തൃപ്പൂണിത്തുറ സീറ്റ് കോൺഗ്രസിൽ കിട്ടുമായിരിക്കാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് അമ്മയും പെങ്ങളും ഇല്ലാത്ത രീതിയിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കരുത്. ഒരു നിമിഷം രാജു, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മാത്രമാണ് ഇടപെട്ടത്. അത് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ഇപ്പൊ സന്ദീപിനെ പറയാൻ അനുവദിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വഭാവമാണ് എനിക്കെന്ന് വിചാരിക്കരുത്. രാജു, നിങ്ങളുടെ സ്വഭാവമാണ് എനിക്ക്.
അല്ല, മിസ്റ്റർ രാജു. പൈസ മേടിച്ചിട്ട് വന്ന് ന്യായീകരിച്ചാലേ അല്ല, മിസ്റ്റർ രാജു. അല്ല, മിസ്റ്റർ രാജു, താങ്കൾ പറയുന്നതിനെക്കാട്ടിലും മികച്ച രീതിയിൽ പ്രാസം ഒപ്പിച്ച് പറയാൻ അറിയാത്ത ആളല്ല എനിക്ക്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. താങ്കളുടെ താങ്കൾ കൂടുതൽ കിടന്ന് ചിലക്കാതെ നിങ്ങൾ മിണ്ടാതിരി സുഹൃത്തെ. ഞാൻ പറയട്ടെന്ന്, താങ്കൾക്ക് തിളയ്ക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും താങ്കൾ അച്ചാരം വാങ്ങിയത് കൊണ്ടാണ് താങ്കൾക്ക് തിളയ്ക്കുന്നത്. മനസ്സിലായോ? ജമായത്തെ ഇസ്ലാമിക്കാരന്റെ അച്ചാരം വാങ്ങിയിട്ടുണ്ടല്ലോ. ജമായത്തെ ഇസ്ലാമിക്കാരന്റെ അച്ചാരം വാങ്ങിയിട്ട് താങ്കൾ ചാനൽ ഫ്ലോറിൽ വന്ന് ചിലക്കരുത്. രാജുവിന് ആ പരാമർശത്തോട് പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലായി. ആ പരാമർശത്തോട് വിയോജിക്കാം. വേണമെങ്കിൽ സന്ദീപിനോട് ഞാനും പറയാം. വ്യക്തിപരമായ ആക്ഷേപമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായ ആക്ഷേപം തന്നെയാണ്. കാരണം കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒന്നും മിണ്ടാതിരി സുഹൃത്തെ. താങ്കൾ മിണ്ടാതിരിക്കും. താങ്കൾ കുറെ ചലിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ചർച്ചയിൽ വന്ന് ബിജെപിയുടെ തെറ്റിനെ മനുഷ്യ. ഞാൻ വേറെ നിലപാടാണ്. ശരി, എന്തായാലും ചർച്ചയിൽ വരുന്ന ആരെങ്കിലും പണം വാങ്ങി വരുന്നവരാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. നമ്മളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും പണം നൽകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഈ നാടിന്റെ മുന്നോട്ട് പോക്കിനാണ്. ഒരു കാര്യം പറയാൻ എനിക്ക് ഒരു അവസരം തരുമോ? ഒരു കാര്യം പറഞ്ഞു സന്ദീപ് രാജുവും സമ്മതിച്ചാൽ ഒരു കാര്യം പറഞ്ഞു. സന്ദീപ് ഒരു നിമിഷം ഒരു കാര്യം പറയാം. അല്ലെ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് അടുത്ത ദിവസം ഈ വിഷയം സ്വീകരിക്കേണ്ടി വരും. 30 സെക്കൻഡ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് രഹസ്യമൊന്നുമല്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പരസ്യമായി സമ്മതിക്കുന്നതാണ്. പാലക്കാട്ട് ഷാഫി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള പോകാനുള്ള അവസരം പിന്നീടുണ്ടാകും. ഈ എത്താൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വിഷയം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടക്കാരനെ വളർത്തിയതാര് എന്നതാണ് സൗറിന്റെ ചോദ്യം. ഒരാൾ എനിക്ക് അയച്ച മറുപടിയാണ് നിങ്ങളും കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നത്. അതായത് മാധ്യമങ്ങളും കൂടിയാണ് വളർത്തിയത് എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ച നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇല്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, അവർ തരുന്ന പ്രതിനിധികളെയാണ് നമുക്ക് ലഭിക്കുക. അവരെ വെച്ച് ചർച്ച നടത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത്തരം ബഹിഷ്കരണ രാഷ്ട്രീയത്തിനൊക്കെ ഇടയ്ക്കാണ് ഈ ആളുകളെ ചർച്ചയ്ക്ക് എത്തിക്കുക, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പ്രത്യേകിച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചു.